ഹലോ, ഇന്നത്തെ എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് അഫിനിറ്റീസ് ഓഫ് ജിംനോസ്പം എന്നതാണ്. ജിംനോസ്പംസിന് ടെറിഡോഫൈറ്റ്സുമായിട്ടും ആൻജിയോസ്പംസുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് ഈ സെമിനാറിൽ പറയുന്നത്. ജിംനോസ്പംസ് ആർ കൺസിഡേർഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ആൻജിയോസ്പംസ്. They share many features with the pteridophytes and angiosperms. ടെറിഡോഫൈറ്റ്സിൻ്റെയും ആൻജിയോസ്പെംസിൻ്റെയും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ജിംനോസ്പെംസിൽ കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഇതിനെ ദി ബ്രിഡ്ജ് ബിറ്റ്വീൻ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ആൻജിയോസ്പെംസ് എന്ന് വിളിക്കുന്നത്. ഇനി ആദ്യത്തെ നോക്കാം, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെംസ്. പ്രസൻസ് ഓഫ് alternation of generation with the dominant sporophytic generation. The sporophyte is differentiated to roots, stem and leaves. Leaves of some gymnosperms and ferns show circinate vernation. Xylem in both groups is devoid of vessels. Phloem is devoid of companion cells. Secondary thickening present in fossil pteridophytes and gymnosperms. ടെറിഡോഫൈറ്റ്സിൻ്റെയും ആൻജിയോസ്പെംസിൻ്റെയും സ്പോറോഫൈറ്റിനെ റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ജിംനോസ്പെംസും ഫേൺസും ഒക്കെ അതിൻ്റെ ലീവ്സിൽ സിർസിനേറ്റ് വെർണേഷൻ കാണിക്കുന്നു. പിന്നെ ഈ രണ്ട് ഗ്രൂപ്പിലും സൈലത്തിനകത്ത് വെസൽസ് അബ്സെൻ്റാണ്, ഫ്ലോയത്തിനകത്ത് കമ്പാനിയൻ സെൽസും അബ്സെൻ്റാണ്. പിന്നെ ഫോസിൽ ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പെംസിലും സെക്കൻഡറി തിക്കനിങ് പ്രസൻ്റാണ്. All gymnosperms and many pteridophytes show heterospory. Sporangia are formed on specialized leaves called sporophyll. In some gymnosperms, sporangia occurs as groups or as sorus. In some gymnosperms, male gametes are flagellated and motile. Suspensor formation in some pteridophytes during embryo development. Megaspore is retained in the megasporangium in some pteridophytes. ഈ രണ്ടെണ്ണത്തിലും സ്പൊറാഞ്ചിയ ഉണ്ടാകുന്നത് സ്പെഷ്യലൈസ്ഡ് ലീവ്സായ സ്പോറോഫിൽസിലായിരിക്കും. പിന്നെ ചില ജിംനോസ്പെംസിൽ സ്പൊറാഞ്ചിയ ഗ്രൂപ്പായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ചില ജിംനോസ്പെംസിലെ മെയിൽ ഗാമീറ്റ്സ് ഫ്ലജലേറ്റഡും മോട്ടയിലും ആയിരിക്കും. സെവറൽ പ്രിമിറ്റീവ് ജിംനോസ്പെംസ് resemble pteridophytes. Cycadophilic gills, a fossil group, were considered as ferns for a long time and are still called as seed ferns. അതായത് പല പ്രിമിറ്റീവായിട്ടുള്ള ജിംനോസ്പെംസും ടെറിഡോഫൈറ്റ്സിൻ്റെ കുറേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. സൈക്കഡോഫിലിക് ഗിൽസ് അതായത് ഫോസിൽ ഗ്രൂപ്പ് were considered as ferns for a long time and are still called as seed ferns. സൈക്കഡോഫിലിക് ഗിൽസ് എന്ന ഒരു ഫോസിൽ ഗ്രൂപ്പിൽ പെട്ട മെമ്പറിനെ കുറേ കാലത്തേക്ക് ഫേൺസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പോഴും അതിനെ സീഡ് ഫേൺസ് എന്ന് വിളിക്കാറുണ്ട്. അടുത്തതായി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെംസ് നോക്കാം. ജിംനോസ്പെംസിൽ മോസ്റ്റ്ലി ട്രീസ് ആയിരിക്കും, അതേസമയം ടെറിഡോഫൈറ്റ്സിൽ മോസ്റ്റ്ലി ഹെർബ്സ് ഓർ ഷ്രബ്സ് ആയിരിക്കും. ജിംനോസ്പെംസ് ഗ്രോ ഇൻ സിറോഫൈറ്റിക് കണ്ടീഷൻസ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ഗ്രോ ഇൻ മീസോഫൈറ്റിക് കണ്ടീഷൻ. Gymnosperms is taproot system and pteridophytes are adventitious root system. ജിംനോസ്പെംസിലെ സെക്കൻഡറി ഗ്രോത്ത് പ്രസൻ്റ് ആണ്, ടെറിഡോഫൈറ്റ്സിലെ സെക്കൻഡറി ഗ്രോത്ത് യൂഷ്വലി ആബ്സെൻ്റ് ആണ്, ചിലതിൽ മാത്രം കാണാം. ജിംനോസ്പെംസിൽ ഓവ്യൂൾസ് ആൻഡ് സീഡ്സ് പ്രസൻ്റ് ആണ്, ടെറിഡോഫൈറ്റ്സിലെ ഓവ്യൂൾസ് ആൻഡ് സീഡ്സ് ആബ്സെൻ്റ് ആണ്. Gametophyte is fully dependent on sporophyte in gymnosperms, and gametophyte and sporophyte are two separate plants in pteridophytes. Pollen tube ജിംനോസ്പെംസിൽ ഫോം ചെയ്യുന്നുണ്ട്, എന്നാൽ പോളൻ ട്യൂബ് ഫോർമേഷൻ ടെറിഡോഫൈറ്റ്സിൽ നടക്കുന്നില്ല. ജിംനോസ്പെംസിലെ നെക്ക് കനാൽസ് അബ്സെൻ്റ് ആണ്, ടെറിഡോഫൈറ്റ്സിലെ നെക്ക് കനാൽസ് പ്രസൻ്റ് ആണ്. അടുത്തതായി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ്. The sporophyte is differentiated into stem, roots and leaves. Vascular bundles are conjoined, collateral and open. Secondary growth is present in gymnosperms and angiosperms. Vessels and companion cells occurs in some gymnosperms, example needles. Some angiosperms are wind pollinated. Fertilization is siphonogamous with the help of pollen tube.
Development of megaspore into female gametophyte takes place inside the megasporangium. ഈ ജിംനോസ്പെംസിലും ആൻജിയോസ്പെംസിലും സ്പോറോഫിറ്റിനെ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻറ്റും കൊളാറ്ററലും ഓപ്പണുമാണ്. സെക്കൻഡറി ഗ്രോത്ത് ജിംനോസ്പെംസിലും ആൻജിയോസ്പെംസിലും പ്രസൻ്റാണ്. പിന്നെ വെസൽസും കമ്പാനൽ സെൽസും ചില ജിംനോസ്പെംസിൽ കാണാം. എക്സാമ്പിൾ നീറ്റീൽസ്. ഈ രണ്ടിലും മെഗാസ്പോറിൻ്റെ ഡെവലപ്മെൻറ്റ് മെഗാസ്പോറാഞ്ചിയത്തിൻ്റെ ഇൻസൈഡിലാണ് നടക്കുന്നത്. Suspensor is formed during embryo development. Polyembryony is frequent in many angiosperms. In both groups, ovules develops into seeds. Seed germination, epigeal or hypogeal. Sporophytic generation is the prominent generation. Gametophytic generation is reduced. Gametophyte completely depends on sporophyte. അതായത് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സമയത്ത് സസ്പെൻസർ ഫോം ചെയ്യുന്നു. പോളിഎംബ്രിയോണി ഈസ് ഫ്രീക്വൻറ്റ് മിനി ആൻജിയോസ്പെംസ്. ആൻഡ് ഈ രണ്ട് ഗ്രൂപ്പിലും ഓവ്യൂൾസ് ഡെവലപ്പായിട്ട് സീഡായിട്ട് മാറുന്നു. സ്പോറോഫൈറ്റിക് ജനറേഷനാണ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ജനറേഷൻ. ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ഈ രണ്ടിലും റെഡ്യൂസ്ഡ് ആണ്. അടുത്തതായി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻജിയോസ്പെംസ് ആൻഡ് ജിംനോസ്പെംസ് നോക്കാം. ജിംനോസ്പെംസിൽ മോസ്റ്റ്ലി ട്രീസ് ആയിരിക്കും. ആൻജിയോസ്പെംസിൽ ഹെർബ്സ്, ഷെബ്സ്, ട്രീസ് ആയിരിക്കും. ജിംനോസ്പെംസ് സൈലം വെസൽസ് അബ്സെൻ്റ് ആണ്. ആൻജിയോസ്പെംസിൽ സൈലം വെസൽസ് പ്രസൻ്റ് ആണ്. കമ്പാനൽ സെൽസ് ജിംനോസ്പെംസിൽ അബ്സെൻ്റ് ആണ്. നേരെ മറിച്ച് കമ്പാനൽ സെൽസ് ആൻജിയോസ്പെംസിൽ പ്രസൻ്റ് ആണ്. ജിംനോസ്പെംസിൽ കോൺ പ്രസൻ്റ് ആണ്. ആൻജിയോസ്പെംസിൽ കോൺ അബ്സെൻ്റ് ആണ്. ഫ്ലവേഴ്സ് അബ്സെൻ്റ് ആണ് ജിംനോസ്പെംസിൽ. അതേസമയം ഫ്ലവേഴ്സ് പ്രസൻ്റ് ആണ് ആൻജിയോസ്പെംസിൽ. സ്ട്രോബെറി ആർ യൂണിസെക്ഷൽ ആയിരിക്കും ജിംനോസ്പെംസിൽ. ആൻജിയോസ്പെംസിൽ ഫ്ലവേഴ്സ് യൂഷ്വലി ബൈസെക്ഷൽ ആയിരിക്കും. ഒവ്യൂൾസ് നേക്ഡ് ആയിരിക്കും. ഓവറി ആബ്സെൻ്റ് ആയിരിക്കും ജിംനോസ്പെംസിൽ. ഒവ്യൂൾസ് കവേർഡ് ഇൻസൈഡ് ഓവറിയിലായിരിക്കും. ഓവറി പ്രസൻ്റ് ആയിരിക്കും ആൻജിയോസ്പെംസിൽ. പിന്നെ ജിംനോസ്പെംസിൽ സ്റ്റൈലൻ സ്റ്റിഗ്മ ആബ്സെൻ്റ് ആണ്. ആൻജിയോസ്പെംസിൽ സ്റ്റൈലൻ സ്റ്റിഗ്മ പ്രസൻ്റ് ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ഓൾമോസ്റ്റ് ആബ്സെൻ്റ് ഇൻ ജിംനോസ്പെംസ് ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ആൻജിയോസ്പെംസ്. ആർക്കിഗോണിയ പ്രസൻ്റ് ആണ് ജിംനോസ്പെംസിൽ. ആർക്കിഗോണിയ ആബ്സെൻ്റ് ആണ് ആൻജിയോസ്പെംസിൽ. എൻഡോസ്പെം ഹാപ്ലോയിഡ് ആണ് ജിംനോസ്പെംസിൽ. അതേസമയം എൻഡോസ്പെം ട്രിപ്ലോയിഡ് ആണ് ആൻജിയോസ്പെംസിൽ. അപ്പോൾ എൻ്റെ സെമിനാർ ഇവിടെ തീരുകയാണ്. സമയം കുറച്ച് വൈകുന്നതുകൊണ്ടാണ് വേഗം ക്ലാസ് തീർത്തത്. മാത്രമല്ല നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഗുഡ് നൈറ്റ് മൈ സ്റ്റുഡൻസ്.